അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹോം ടൂർ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ അടുത്തായിട്ട് വീട് ചേഞ്ച് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഇതാണ് ആ പുതിയ വീട്. അപ്പം 2 ദിവസമൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ഒക്കെ ഓരോ തിരക്കിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാനൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളിത് പുതിയ വീട്ടിലെത്തിയിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഇവിടെ താമസം മാറിയിട്ട് ഫുള്ള് സെറ്റായിട്ടൊന്നുമില്ല. ഇനിയും ഉണ്ട് കുറേ സെറ്റാക്കാനും പിടിക്കാനും ഒക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു എന്തായാലും നിങ്ങൾക്ക് നമ്മൾ പുതുതായിട്ട് മാറി വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ വീടൊക്കെ ഒന്ന് നല്ല കാണിച്ചു തരാം. അപ്പോൾ പുറത്തുനിന്ന് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വീട് വന്നത്. അപ്പോൾ നമ്മൾ ചേഞ്ച് ആക്കിയ വീട് ഇതാണ്. അപ്പോൾ നമ്മൾ 2 ദിവസമേ ആയിട്ടുള്ളൂ വീടൊക്കെ ഒന്ന് മാറിയിട്ടും ഇതാക്കിയിട്ടൊക്കെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ കാണിച്ചത്. പിന്നെ ഇത് എൻ്റെ അലമാറയാണ് കേട്ടോ. ഇത് ജസ്റ്റ് കുറച്ച് പണിയുണ്ട്. അതായത് ഇതിൻ്റെ ബോർഡൊന്ന് ബാക്ക് സൈഡിൽ ചെറിയൊരു ഹോളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് തന്നെ അകത്തേക്ക് കയറ്റുള്ളൂ. അപ്പോൾ അത് തന്നെ ഇതാണ് പുറം ഭാഗമൊക്കെ. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ അങ്ങനെ പോയാൽ ഇതൊരു ഹോള്. ഇതാണ് ഹോളൊക്കെ. നമ്മുടെ പുതിയ വീടിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് കുറേയൊക്കെ സെറ്റാക്കിയിട്ടോ. നമ്മൾ ഇനിയും ഉണ്ട് കുറേ സെറ്റാക്കാനൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ പുതിയ ഹോൾ ഇത് പിന്നെ ഒരു റൂമാണ്. ഇവിടെ ഉമ്മ കിടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അങ്ങോട്ട് പോകണ്ട. പിന്നെ ഇത് ഒരു 2ാമത്തെ റൂം. ഇവിടെ ഇപ്പോൾ തഹലി ഉറങ്ങുകയാണ്. പിന്നെ അത് നമ്മുടെ കിച്ചൺ കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചണ്. കുറേയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതും കിച്ചൺ. അപ്പോൾ നമുക്ക് കിച്ചണും വർക്ക് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് സെറ്റ്. പിന്നെ ബാക്ക് സൈഡ് അതാണ് കേട്ടോ. അലക്കുന്ന കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ വാഷിംഗ് ഒക്കെ ആടാണ്. അപ്പോൾ ഇതാണ് കിച്ചൺ. ഇനി ഞാൻ മേലേക്ക് കാണിച്ചു തരാം. എൻ്റെ റൂം വന്നിട്ട് ഇത്തവണ മേലാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് മേലെ റൂം എന്നുള്ളൊരു സംഭവം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ആ ഡ്രസ്സൊക്കെ ഇനിയും മടക്കി വെക്കാനും ഒക്കെ ആയിട്ടുണ്ട്. ഇവിടെ ആകെ ഈ ഒരു റൂമേ യൂസ് ആക്കുന്നുള്ളൂ. ഒരു റൂം പൂട്ടിയിട്ടേക്കാണ്. ഇതൊക്കെ പിന്നെ നമ്മൾ ചെറിയൊരു അയിലൊക്കെ കെട്ടി അങ്ങനെ ഡ്രസ്സൊക്കെ ചെറുതൊക്കെ ഉണ്ടെങ്കിൽ ആറിയിടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു. അപ്പോൾ ഹോളൊക്കെ കാലിയാണ്. പിന്നെ ഇതാണ് എൻ്റെ റൂം. ലൈറ്റ്സൊക്കെ ഇട്ട് കാണിച്ചു. ഇസുമോൾ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ബാത്റൂം കാണിച്ചതാണ്. ബാക്കിയുള്ള റൂമത്തൊക്കെ കാണിച്ചതാണ്. ഇതാണ് ബാത്റൂം. ഇത്രയൊക്കെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റൂം വന്നിട്ട്. ഇസു ബേബി ഉറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ 2 ദിവസമായിപ്പോൾ വീടൊക്കെ ചേഞ്ച് ആക്കിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു 2 ദിവസമായല്ലോ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ ഒന്ന് വീട് മാറിയതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്താണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. പിന്നെ ഇത് 2ാമത്തെ റൂം. മേലെ 2 റൂം കേട്ടോ, താഴെ 2 റൂം. അപ്പോൾ ഈ ഒരു റൂമിൽ ആരും യൂസ് ആക്കുന്നൊന്നുമില്ല. ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല. നമ്മുടെ TV അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റാക്കിയിട്ടില്ല. ഇനി ഒരുപാട് സെറ്റാക്കാനൊക്കെ ഉണ്ട്. നമ്മൾ തൽക്കാലം ഒരു കുറേയൊക്കെ സെറ്റാക്കി വെച്ചെന്നുള്ളൂ. ഇനിയും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനും ഒതുക്കി വെക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ അങ്ങനെ കൂട്ടിയിട്ടേക്കുക. ഇസുവിൻ്റെ ടോയ്സ് കാര്യങ്ങളൊക്കെ ബാഗൊക്കെ നിറച്ചാക്കി വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി സെറ്റാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൂം യൂസ് ആക്കുന്നില്ല.
പിന്നെ ഒരു ബാൽക്കണിയാണ് കേട്ടോ. അതൊക്കെ വീടുണ്ട്. എന്തേ ഒരു ഇത് മേലെ ഒരു ബാൽക്കണി. അപ്പോൾ മേലെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ താഴത്തെ റൂം കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ ഉമ്മയും കിടക്കാണ്, തേല് ഉറങ്ങാണ്. അപ്പോൾ പിന്നെ അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ, അവർ രണ്ടാൾ കിടക്കട്ടെ. മേലുള്ള റൂം പോലത്തെ ഒക്കെ തന്നെ കേട്ടോ താഴത്തെ റൂമൊക്കെ, അതുകൊണ്ട് വലുതായിട്ട് കാണാനൊന്നുമില്ല. അപ്പോൾ ഒരു ഹോം ടൂർ വലുതായിട്ട് കാണാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പം പിന്നെന്താ, അപ്പം ഇതാണ് നമ്മുടെ ന്യൂ ഹോം. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു റെൻ്റാണോ അങ്ങനെയൊക്കെ. അപ്പോൾ റെൻ്റൊന്നല്ല, നമ്മളവിടെ നിന്ന വീട് റെൻ്റൊന്നല്ല, പണയത്തിനായിരുന്നു കേട്ടോ. നമ്മുടെ വീട് ഒളവണ്ണായിരുന്നു ഫസ്റ്റ്. അവിടുന്ന് എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം വീട് വിറ്റതാണ്. അത് ഇച്ചിരി സൗകര്യമൊക്കെ കുറവായിരുന്നു, അപ്പോൾ അങ്ങനെ വിറ്റതാണ്. പിന്നെ ഇക്കാവിൻ്റെ കല്യാണമൊക്കെ ആണല്ലോ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒളവണ്ണ വീട് വിറ്റതായിരുന്നു, സൗകര്യം കുറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കണ്ണഞ്ചേരിക്ക് പോയിരുന്നു. അത് നമ്മൾ പണയത്തിനാട്ടോ, റെൻ്റൊന്നല്ലായിരുന്നു, അവിടെ പണയത്തിനായിരുന്നു. പിന്നെ നമ്മളൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു പന്തീരങ്കാവ്. അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ കാരണം അപ്പോൾ തൽക്കാലം അത് ഡിലേ ആക്കിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ കണ്ണഞ്ചേരി നിൽക്കുന്ന വീട്ടിൽ നിന്ന് ജസ്റ്റ് അവരുടെ മകളെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് അവിടേക്ക് വരാനൊക്കെ പറ്റുള്ളൂ. അവരുടെ മകളുടെ കല്യാണം അവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ണഞ്ചേരി വീട്ടിൽ നിന്ന് മാറിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ വീണ്ടും നമ്മുടെ സ്വന്തം വീട് താമസിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാട്ടോ. ഇതിപ്പോൾ ഒളവണ്ണാണ് ഈ വീടുള്ളത്. അപ്പോൾ ഇത് സ്വന്തം ഒന്നല്ല, പണയത്തിനാണ്. നമ്മൾ ഇനി ഇവിടുന്ന് നമ്മുടെ ആ ഇച്ചിരി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമ്മൾ സ്വന്തമായിട്ടുള്ള ആ വീട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൽക്കാലം ഇവിടേക്ക് മാറിയിട്ടുള്ളതാണ്. അപ്പോൾ എന്താ എല്ലാവരും സംശയങ്ങളും കാര്യങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഭയങ്കര ബഹളാട്ടോ, റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര വണ്ടി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതന്നെ അപ്പോൾ വീടൊക്കെ ഇത്ര ഉള്ളൂ. വീടൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പെട്ടെന്നുള്ള ഒരു ചേഞ്ചിങ് ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും നോക്കാനോ പിടിക്കാനോ ഒന്നും നാട്ടില്ല, പെട്ടെന്നുള്ളൊരു മാറ്റമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. പിന്നെ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് പിന്നെ അടുത്ത വീഡിയോയിലൊക്കെ കാണാം. ടാറ്റാ.